ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ക്വിഷ്മെലോന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, സ്ക്വിഷ്മെലോ ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ എനിക്കത് ഡ്രോ ചെയ്യണ്ട. ആദ്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ബാക്ക് വീഡിയോ ഇടാമെന്ന്. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് വീഡിയോ. സ്ക്വിഷ്മെലോ ബ്ലൈൻഡ് ബാഗിൻ്റെ സെയിം അല്ല ഞാൻ ചെയ്യാൻ പോകണം, പക്ഷെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഉള്ളൂ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ സ്ക്വിഷ്മെലോ കളേഴ്സും കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ എനിക്കിത് ഇപ്പം തന്നെ വരയ്ക്കണ്ട. ഇനി ഇവിടെ നമുക്കൊരു സ്ക്വിഷ്മെലോണ് ഡ്രോ ചെയ്യാം. എൻ്റെ സ്ക്വിഷ്മെലോണ്, നിങ്ങൾക്ക് ഏത് സ്ക്വിഷ്മെലോ വേണമെങ്കിലും ഡ്രോ ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്വിഷ്മെലോ ആണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. എൻ്റെ സ്ക്വിഷ്മെലോൻ്റെ പേര് നാറ്റ് എന്നാണ്. ഞാനിപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരാം ഗൈസ്. ജസ്റ്റ് 1 minute. സോ ഗൈസ്, ഇതാണ് എൻ്റെ സ്ക്വിഷ്മെലോ. ഇവിടെ എനിക്ക് തോന്നുന്നു മഷ ഇതാണ്, പക്ഷേ ഇതിൻ്റെ പേര് നാറ്റ് എന്നാണ്. ഇത് ഒരു ഏലിയൻ സ്ക്വിഷിയാണ്. കണ്ട ഏലിയൻ അല്ല, ഇതൊക്കെ ആസ്ട്രോയിഡ്. അപ്പോൾ നമ്മുടെ റേറിറ്റി നമ്മൾ ഡ്രോ ചെയ്യാൻ പോണ പോപ്പുലർ ആസ്ട്രോയിഡ്, അത് മുമ്പത്തെ വീഡിയോയിൽ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ സ്ക്വിഷ്മെലോനെ ഡ്രോ ചെയ്യുക. നിങ്ങൾക്ക് സ്ക്വിഷ്മെലോൻ്റെ ബേസ് ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു വലിയൊരു അപ്സൈഡ് ഡൗൺ വരച്ചാൽ മതി. കുറച്ച് വലുതാക്കിക്കോ സ്ക്വിഷ്മെലോൻ്റെ ഫേസൊക്കെ ഫിറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യപ്പോൾ ഡ്രോ ചെയ്യാൻ കുറച്ചും കൂടി സമയം എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പാർട്ട് നമ്മൾ ലീവ് ചെയ്ത് ഈ ഒരു പാർട്ട് കുറച്ചൊരു ഹമ്പാക്കിയിട്ട് താഴത്തൊരു ഹമ്പാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എൻ്റെ സ്ക്വിഷ്മെലോണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ ഇവിടെ കുറച്ച് എന്താ പറയുക, ഒരു ഇയർ ഉണ്ടായി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഉദ്ദേശിച്ചത്, ഈ ഒരു 2 ഇയേഴ്സ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡ്രോ ചെയ്യണം. കുഞ്ഞിനായതുകൊണ്ട് ഡ്രോ ചെയ്യാൻ നല്ല ഈസിയാണ്. വലിയതാണെങ്കിൽ അത് കുറച്ചും കൂടി നീട്ടിയിട്ട് കുറച്ച് ഹാർഡായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ക്വിഷ്മെലോ വേണമെങ്കിലും ഡ്രോ ചെയ്യുക. ഓക്കെ, പിന്നെ എൻ്റെ സ്ക്വിഷ്മെലോൻ്റെ ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ആസ്ട്രോയിഡ് ഉണ്ട്. 2 ഇയേഴ്സിലാണ്, 2 ഇയേഴ്സിൽ ആസ്ട്രോയിഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ സ്ക്വിഷ്മെലോന് ഏത് സ്ക്വിഷ്മെലോ ആണെങ്കിൽ ഡ്രോ ചെയ്യട്ടെ. ഇപ്പോൾ ഞാനത് കാണിക്കണമെന്നുള്ളൂ. എൻ്റെ സ്ക്വിഷ്മെലോന് ഇവിടെ ഒരു വൈറ്റ് പോലത്തെ ഒരു സ്പാർക്കുകൾ ഇതുണ്ട്, അത് വരയ്ക്കാം. ഓക്കെ, സ്പാർക്കിളിന് പകരം ഞാനിവിടെ വേറെ എനിക്ക് കുറച്ച് ഡോംസിൻ്റെ മെറ്റാലിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉണ്ട്, അതല്ല കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഞാൻ കുറച്ച് ഇതൊക്കെ വേണമെങ്കിൽ ഇതുകൊണ്ട് കുറച്ചൊക്കെ ഡിസൈൻ കൊടുക്കാമെന്ന് ആലോചിച്ചു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്യൂട്ടിലായിട്ടുള്ള ആസ്ട്രോയിഡ്സ് വരയ്ക്കാം. ഞാൻ ഇങ്ങനെ വരയ്ക്കണമെന്നുള്ളൂ. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള സ്ക്വിഷ്മെലോ വരയ്ക്കാം കേട്ടോ ഗൈസ്. എൻ്റെ സെയിം തന്നെ വരയ്ക്കണമെന്നില്ല. പിന്നെ എൻ്റെ ഐസ് ഇത് ഫുള്ളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലാക്കാണ്. മൗത്തും അതെ ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാം. ഐസ് കറക്റ്റാക്കി വരച്ചോട്ടെ. എനിക്കൊന്ന് അവർ ഇതാക്കി കറക്റ്റായി വരച്ചുകൊണ്ടാണ് ഒന്നുകൂടി രസമുള്ളത് കാണാൻ. ഇവിടെ ഒരു മൗത്ത് വെച്ചെടുക്കാം.
ഐസ് വരച്ചതിന് ശേഷം ഐലാഷസ് ഇടുക. ഇതാണ് മൗത്ത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ എൻ്റെ സ്ക്വിഷ്മെല്ലാം കാണിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഇവിടെ യു ക്യാൻ ഗെറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിൻഡർ ജോയ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറേ സർപ്രൈസ് ഉണ്ടാവില്ലേ, നമുക്ക് ഏത് സർപ്രൈസ് കിട്ടണമെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഏത് സർപ്രൈസാണ് കിട്ടുക. അല്ലെങ്കിൽ ഇപ്പോൾ വല്ല ബ്ലൈൻഡ് ബോക്സ് പൊട്ടിക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഏത് റയറിറ്റി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന തലൂത്തിയിരിക്കുന്ന കുറോമി, അല്ലെങ്കിൽ ഈ ചെയറിലിരിക്കുന്ന കുറോമി, അങ്ങനത്തെ കുറേ ഉണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അതിനകത്ത് റയറിറ്റി എഴുതി കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ യൂഗോട്ട് കളറും കൊണ്ടാണ് എഴുതണം, അതുകൊണ്ട് ഞാനത് ഇപ്പം എഴുതുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇതാണ് ആദ്യത്തെ ആസ്ട്രോയിഡ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനകത്ത് എഴുതുന്നതെന്ന്, പെൻസിൽ എഴുതുന്നതെന്ന്. അപ്പം ആദ്യത്തെ നമ്മൾ വെരി കോമൺ തൊട്ടാണ് നമ്മൾ ലെജൻഡറിയിലോട്ട് പോണത്. എൻ്റെ ഇതെങ്ങനെ പോകണമെന്ന് പറഞ്ഞത്, ആദ്യം കോമൺ, പിന്നെ റെയർ, പിന്നെ എപ്പിക്, ലാസ്റ്റ് ലെജൻഡറി. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ എഴുതി കൊടുക്കാം. എനിക്ക് ഏത് ഹാൻഡ് റൈറ്റിംഗ് വേണമെങ്കിലും എഴുതാം കേട്ടോ, കർസീവ്, നോൺ കർസീവ്, ഇതിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ആദ്യത്തെ കോമൺ എഴുതി. ഇനി ഇത് റയർ, പിന്നെ ഇത് എപ്പിക്, പിന്നെ ഇത് ലെജൻഡറി. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കളറിങ്ങിലോട്ട് പോകാം. കളറിങ് ഞാൻ കുറച്ച് എന്താ പറയുക സ്പീഡിലാക്കാണ്, അപ്പോൾ ഞാൻ നിങ്ങൾ ആ സമയത്ത് കാണാം. നിങ്ങൾ ആലോചിക്കണം ഇതൊന്നും ഞാൻ കളർ ചെയ്യുക, ഇത് മാത്രം കളർ ചെയ്യാത്ത. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് കാണിച്ചു തരാനായിരുന്നു എങ്ങനെ ഞാൻ കളർ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പീസ് കാണാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അതെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് പോകാം. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഡോംസ് മെറ്റാലിക് കളേഴ്സ് ആണെങ്കിൽ ഞാൻ ഈ 2 കളറാണ് ഉപയോഗിക്കാൻ പോണേ. ഇതാണ് അവരുടെ ഡോംസ് മെറ്റാലിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് കളർ, ഇതാണ് ഡോംസ് മെറ്റാലിക് കളേഴ്സിൻ്റെ വൈറ്റ് കളർ. ഇത് നിങ്ങൾ രണ്ടും നോക്കിക്കോട്ടോ ഇതെങ്ങനെ ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ ഇതാണ് വൈറ്റ്, ഇതാണ് ഡാർക്ക്, ഇത് രണ്ടാണ് ഗൈസ്. ആദ്യം ഞാൻ ഇവിടുത്തെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ഇതിന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ എൻ്റെ സ്കുഷ്മലോ അങ്ങനെ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് സ്കുഷ്മലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഗൂഗിളിനോടോ ചോദിച്ചേക്കാം. ഞാനിപ്പം പ്രിൻട്രസ്റ്റ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ നമ്മൾ കറക്റ്റ് ഐഡിയാസ് കിട്ടും. അപ്പോൾ ഗൈസ് ഇതാണ് കളർ എനിക്ക് കിട്ടിയ. ഇത് കണ്ടോ, ഒരു മെറ്റാലിക് ഫീലായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് വന്നടിച്ചു. ഇനി ഇതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ നമുക്ക് ഇതിന് ഈ ഒരു സാധനമുണ്ട്, അതിന് കുറച്ച് ഇതുണ്ട് ഗ്ലിറ്റർ. അപ്പോൾ ആ ഗ്ലിറ്റർ ഞാൻ ഇതാക്കാമെന്ന് ആലോചിച്ചു. ഗൈസ് കറക്റ്റ് ഗ്ലിറ്ററാണ്, ഇങ്ങനത്തെ കുറേ വേണം, എന്നാലും നമുക്ക് പറ്റുന്ന അത്രയും ചെയ്യൂ. ലാസ്റ്റ് ഔട്ട് ഓവർ ഹിയർ. ഓക്കെ, ഇനി കണ്ണിൻ്റെ അവിടെ നമുക്ക് അത്രയും കാണാൻ പറ്റില്ല, അപ്പോൾ ജസ്റ്റ് ആ ഒരു പാർട്ട് മാത്രം നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബ്ലൈൻഡ് ബാഗിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാണ് ആദ്യമായിട്ട് ഞാൻ.
ഇത് എൻ്റെ ഒരു നല്ലൊരു വ്ളോഗാണ്. അതെ, ഇനി നമുക്ക് മടക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ഇതാക്കിയിട്ട് തോന്നുന്നല്ലേ, ഭയങ്കര ബ്ലാങ്ക്. അപ്പം അതുകൊണ്ട് നമുക്ക് കുഞ്ഞ് സ്റ്റാർ ആഡ് ചെയ്യാം. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ എന്താ സൂം ചെയ്ത് തരാം, അപ്പോൾ നമ്മൾ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത് ഇങ്ങനെ ആദ്യം വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ എൻ്റെ നേരെ തിരിച്ച് ജസ്റ്റ് ഇങ്ങനെ, അതാണ് ജസ്റ്റ് അത്രേ ഉള്ളൂ. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ ആക്കിയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി കുറച്ച് പ്രാവശ്യം കൂടി. തെറ്റിയാലും കുഴപ്പമില്ല, അതാണ് ഏറ്റവും നല്ല. തെറ്റുമ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഹാർട്ട് എല്ലാവർക്കും വരയ്ക്കാൻ അറിയില്ല, അപ്പോൾ ഹാർട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി ഗൈസ്, ഈ ടേപ്പ് വെച്ച് നമുക്ക് ഈ ഒരു കോർണേഴ്സ് ഒന്ന് ജസ്റ്റ് സീൽ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പേ ജസ്റ്റ് ഒരു സാധനം നിങ്ങളൊന്ന് കാണിച്ചു തന്നായിരുന്നു, അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് വരാം. കാണിച്ചു തരേണ്ട സാധനം ഇതായിരുന്നു ഗൈസ്. എനിക്ക് സൂപ്പർ മാരിയോൻ്റെ ഹാപ്പി മീലിൽ നിന്ന് കിട്ടിയ ഒരു സർപ്രൈസാണിത്. സൂപ്പർ മാരിയോ ഇത് ഒരു കീ ചെയിൻ പോലെ ഉപയോഗിക്കാൻ പറ്റും, നല്ല രസമാണ്. പിന്നെ ഞാനൊരു കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടാണ്. ഞാൻ കാണിച്ചു തരാം, അത് ഇവിടെ തന്നെ ഉണ്ട്. ഗൈസ്, ഇതാണ് സ്വിഷി പഫിൻസ്. ഇത് എൻ്റെ അമ്മേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചെയ്തതാണ് ഗൈസ്. നല്ല ക്യൂട്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു കീ ചെയിനാണ്, എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കാം. നല്ല ക്യൂട്ടായിട്ട് സ്വിഷി പഫിൻസ് അതാണ്. ഓക്കെ, ഇനി ബ്ലെൻഡ് ബാക്ക്. ഞാൻ ബ്ലെൻഡ് ബാക്ക് ടൈം. ഓക്കെ, ഞാൻ കുറച്ച് സൂം ഔട്ട്. സോറി അബൌട്ട് മൈ ടേബിൾ. ഒരു ഹറിബറിയിലായിരുന്നു ചെയ്തത്. ഓക്കെ, എൻ്റെ സിസ്റ്റർ പുപ്സീസ് ഡിസാസ്റ്റർ ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ടേപ്പ്. ഇതാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടം. അപ്പോഴത്തേക്കും കിട്ടിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഫോൾ ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം. കറക്റ്റ്ലി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി ഞാൻ ഒട്ടിച്ച സ്ഥലം മാറിപ്പോയി ഗൈസ്. ഇത് ഇവിടെ ആയിരുന്നു ഒട്ടിക്കണ്ടേ. കുഴപ്പമില്ല. ഞാൻ ഒട്ടിച്ച സ്ഥലം മാറിപ്പോയി. ഇവിടെ ഭയങ്കര സൗണ്ടാണ് സിസറൊക്കെ വീഴുന്നത്. ഇതിൻ്റെ ബാക്ക് ജസ്റ്റ് ലൈക്ക് ഇവിടെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് പിന്നെ ഇഷ്ടമല്ലാത്ത 5 സെക്കൻഡ് ടേപ്പ് കൂട്ടും. എൻ്റെ ബാക്കി 5 സെക്കൻഡ് ടേപ്പ് കൂട്ടൂല്ലേ. ഇവിടെ അത് കിട്ടി. ഇവിടെ ഒട്ടിക്കാം. ഒട്ടിക്കാം.
ആൻഡ് ഗൈസ് ഇതാണ് നമ്മുടെ സ്ക്വിഷ്മെലോ. ഇതായി വന്നെ ബ്ലൈൻ ബാഗായി വന്നെ ബ്ലൈൻ ബാഗിൻ്റെ ഫ്രണ്ടായി വന്നെ സോറി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി പേപ്പർ എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചുകൂടി പേപ്പർ എടുത്തുകൊണ്ട് വന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഒരു പേപ്പർ എടുത്തിട്ട് ബാക്കി പേപ്പർ സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മൾ സ്ക്വിഷ ഉണ്ടാക്കുന്നത്. ഞാൻ സെയിം സ്ക്വിഷ ഉണ്ടാക്കുന്ന ഗൈസ്. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഒരു സിമ്പിളർ. അപ്പോൾ നമുക്ക് സിമ്പിളാക്കിയിട്ട് മതി. സിമ്പിളാക്കി കുറോമീൻ്റെ സാധനം എന്തായാലും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്ര മതിയോ നമ്മുടെ കൗവിനെ ഫോൾഡ് ചെയ്തോ ഇങ്ങനെ. നിങ്ങൾക്ക് പാലിക്കേണ്ടത് എത്ര ഹോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കറക്റ്റ് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ സ്ക്രീനിൽ കൂടി കാണുമ്പോൾ കുഞ്ഞതാണെങ്കിൽ ഞാൻ കറക്റ്റ് 8.5 സെൻറ്റിമീറ്ററാണ് ഞാൻ ഇത് ഇതാക്കിയിരിക്കുന്നത്. 8.5 സെൻറ്റിമീറ്റർ, കറക്റ്റ് 8.5 സെൻറ്റിമീറ്ററാണ് ഗൈസ്. ഇത് ഓക്കെ, ഇനി നമുക്ക് സെയിം സാധനം തന്നെ ഡ്രോ ചെയ്യാണ് ഗൈസ്. നമുക്ക് അപ്സൈഡ് ഡൗൺ വലിയ ഹ്യൂമങ്കസ് ഇത്ര ഹ്യൂമങ്കസ് അല്ലേ, മീഡിയം. എൻ്റെ ആരാന്ന് നോക്കട്ടെ ഗൈസ്, ജസ്റ്റ് 1 minute. കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പോരുന്നു. എനിവേസ് നമുക്ക് ബാക്കി ഡ്രോയിങ്ങിലോട്ട് എത്താം. അപ്സൈഡ് ഡൗൺ വരച്ച് കഴിഞ്ഞിട്ട് സെയിം ജസ്റ്റ് ലൈക്ക് ദിസ് ഒന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഹോൺസിന് വേണ്ടിയിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, കണ്ണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നില്ല, എനിക്ക് വരയ്ക്കേണ്ടാത്തതുകൊണ്ട് ബാക്കിയെല്ലാം കറക്റ്റാണ്. നമുക്ക് കളറിങ്ങിലോട്ട് പോകാം. കളറിങ് ഞാൻ ഈ പ്രാവശ്യം പോസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു പോസ് ചെയ്യണ്ടെന്ന്, ഭയങ്കര ഈസി ആയതുകൊണ്ട്. അല്ലല്ല, സ്പീഡാക്കണ്ടെന്ന്. ആദ്യം ഞാൻ കണ്ണ് വരയ്ക്കണമായിരുന്നു. മാത്രം മറന്നു. ഗൈസ്, നമുക്ക് ഹോൺസിലോട്ട് പോകാം. ഹോൺസ് നമുക്കിത് എങ്ങനെ ആക്കാം? ജസ്റ്റ് വൈറ്റ് കളർ ഒന്ന് അടിച്ചെടുക്കാം. അല്ല, വൈറ്റ് അല്ല, സോറി, യെല്ലോ കളർ, സോറി ഗൈസ്. പിന്നെ നമ്മുടെ ഈ ഓറഞ്ച് കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വെട്ടിക്കൊടുക്കാം. വെട്ടാൻ ജസ്റ്റ് എത്ര ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടിക്കൊടുത്തോട്ടോ ഗൈസ്. പിന്നെ എനിക്ക് ഈ 2 സൈഡും കൂടി ജസ്റ്റ് ഫുള്ളി ഒന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം.
sorry guys. ടേപ്പ് എടുക്കണം. നിങ്ങൾ ഇങ്ങനത്തെ ക്രീസ് വരാതെ ഒന്ന് ടേപ്പ് ഒട്ടിച്ച് നല്ല രസമുണ്ടാവും നിങ്ങളുടെ സ്ക്വിഷൊക്കെ തൊടാൻ വേണ്ടിയിട്ട്. ഇവിടെ ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് സ്റ്റെപ്പ് കൊണ്ടോട്ടെ. ഓക്കെ നൈസ്. ഓക്കെ നൈസ്. എനിവേസ് ഗൈസ്, ഇത് തന്നെ നമുക്കിങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഈ ആക്സസ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യുക. ഇവിടുത്തെ ടേപ്പ് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ അപ്പോൾ ഇവിടെ പിന്നെയും ടേപ്പ് ഒട്ടിക്കണേക്കാളും നല്ല ഈ ടേപ്പ് തന്നെ ഉപയോഗിക്കുന്നത് ഗൈസ്. ടെക്നോളജി. ഇതൊന്ന് ജസ്റ്റ് മേലോട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഈ ടേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്തോ, കുഴപ്പമില്ല. ഇവിടുത്തെ ടേപ്പ് ജസ്റ്റ് ഈ സൈഡിലത്തെ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കണം. കേക്കിന് ഒട്ടിച്ച് കൊടുക്കാം. ഗൈസ് റെഡിയായി, ഇത് റെഡിയായി. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഞ്ഞി വയ്ക്കാം. നിങ്ങൾക്ക് ഈ പഞ്ഞി വയ്ക്കുന്നതിന് മുമ്പ് ഒരു മാസ്ക് വെച്ചിട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ പഞ്ഞി ഇൻഹെയിൽ ചെയ്ത് കുറച്ച് നല്ല അത്ര നല്ലതല്ല. അതുകൊണ്ട് മാസ്ക് വയ്ക്കാം. പഞ്ഞി വെക്കട്ടെ. പ്രീമിയം ഫൈബർ ബോക്സ് എടുക്കാം. ഇപ്പം മഞ്ഞൊന്നും ശരിക്കും പോരാ, കുറേ ഉണ്ടാവും, എന്നാലും ഇനി അതിനുള്ളിൽ നമുക്ക് വയ്ക്കാം. ഇത് എന്നാണ് ആലോചിക്കുന്നത്, ഇതെൻ്റെ ഞാൻ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡാണ്. ഇനി ഇത് വയ്ക്കാം. ഇത് ഓൾമോസ്റ്റ് ഓക്കെ, ഇത് ഫില്ലായി, ഓൾമോസ്റ്റ് അത് ഫില്ലായി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ടേപ്പ് എടുക്കാം. ഞാൻ മാസ്ക് റിമൂവ് ചെയ്യട്ടെ. അയ്യോ സോറി ഗൈസ്, എൻ്റെ കൈയൊന്നും ഇവിടെ ഒന്ന് അടിച്ചു പോയി. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നല്ല നെർവസ് ആയിരുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മളൊന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് വീഴാണ്ടിരിക്കാൻ പഞ്ഞി. ഓക്കെ, ഇത് ഒന്ന് കട്ട്
ചെയ്യാം. നമ്മൾ സ്ക്വിഷി റെഡി, നല്ല സ്ക്വിഷി ആണെങ്കിൽ നന്നായിട്ട് എടുക്കാൻ. മുമ്പത്തെ വീഡിയോയിലെ സ്ക്വിഷി ഇതായിരുന്നു. ദീസ് ആർ ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ. പക്ഷേ ഇതൊന്നുകൂടി ഒരു സ്ക്വിഷി ആയിട്ട് എനിക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊന്നുകൂടി സ്ലോ റൈസിങ് ആയത് അത്ര സ്ലോ റൈസിങ് അല്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് നല്ലതെന്ന്. എൻ്റെ ഔട്ട്ലൈനിങ് കൊടുത്തുകൊണ്ടാണോന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി നല്ലതാണ്. എൻ്റെ ഒരു ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയ സാധനം, ഇത് ഇന്നുണ്ടാക്കിയ സാധനം. മീൻസ് ഇതോടെ കുറച്ച് പൊട്ടി. ഞാൻ കുറച്ച് ടേപ്പും കൊണ്ട് ഫിക്സ് ചെയ്യട്ടെ. ടേപ്പ് ഒട്ടും സ്ട്രോങ് അല്ല. ഓക്കെ, സ്ട്രോങ്. ഇതിപ്പോൾ നല്ല സ്ലോ റൈസിങ് ആയി. സ്ലോ റൈസിങ് ഇതിങ്ങനെ ജസ്റ്റ് പതുക്കെ സ്ലോ റൈസിങ്. ഓക്കെ, ഇതേ ഗൈസ്, നിങ്ങളെൻ്റെ സ്ക്വിഷി കളക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചതാണ്. ഇതാണ് ഗൈസ് എൻ്റെ സ്ക്വിഷി കളക്ഷൻ. ചില സ്ക്വിഷികൾ എനിക്കുണ്ട്. ഒരു നാളെ എങ്ങാനും ഞാൻ ചിലപ്പോൾ എൻ്റെ സ്ക്വിഷി എത്താറുണ്ട്. എൻ്റെ ഫേവറേറ്റ് സ്ക്വിഷിയാണത്, ഈ ഒരു പെൻസിൽ ടൈപ്പ് ഓഫ് സ്ക്വിഷി. പിന്നെ എൻ്റെ അടുത്ത ഫേവറേറ്റ് ഈ സ്ക്വിഷി. നിങ്ങൾ പാലിക്കണ്ട ഇവിടെ എന്തോ പറ്റിയെന്ന്. ഇത് ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ കുറേ പ്രസ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോയതാണ്. എൻ്റെ ഫസ്റ്റ് എവർ സ്ക്വിഷിയാണിത്. ഒട്ടും സ്ക്വിഷിയില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ടേബിൾ. നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണിപ്പോൾ ഇങ്ങനെ ഓക്കെ. എനിവേസ്, എൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പേര് തസ്രിക എന്നാണ്. പിന്നെ ഐ ആം 9 years old. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഇതിനകത്തോട്ട് വാങ്ങിച്ച് ഞാൻ ഇൻട്രഡക്ഷൻ ഇതാക്കാം. ഇനി ഇത് വെക്കാനുള്ള ഈ ഒരു സാധനം കൂടി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, വെക്കാൻ നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ കറക്റ്റ് ജസ്റ്റ് അളവും എടുത്ത് വെച്ചോ. എനിക്ക് തോന്നുന്ന കുറോമിൻ്റെ സാധനം ഞാൻ കുറച്ച് കുഞ്ഞിതാക്കി ഉണ്ടാക്കാൻ പോകണം. പ്രാവശ്യം നല്ല വലുതായിട്ട് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൽ ഫിറ്റായില്ലായിരുന്നു അത്ര കറക്റ്റ്. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ കവർ ഡിസൈൻ ചെയ്യാം. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ പൊട്ടിച്ചതിനകത്ത് നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ആ ഒരു സാധനമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിവേസ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഇതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫുൾ ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കവർ ഫുള്ളി ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇത് ഏത് ഡിസൈൻ വേണമെങ്കിലും ആക്കട്ടെ. പിന്നെ കവിൻ്റെ നമ്മൾ ചെയ്ത സ്കൂട്ടി ഏത് ഡിസൈൻ വേണമെങ്കിലും ആക്കാം. ഇത് കൊടുക്കാം. ഓക്കെ, ഇനി പൊട്ടിക്കാം. നമ്മൾ വലിയ സാധനമായതുകൊണ്ട് അങ്ങനെ കുഞ്ഞിതാണെങ്കിൽ അത് പെട്ടെന്ന് ഫോളോ ആക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് സെക്യൂറായിട്ട് ടേപ്പ് വെക്കണത്. അത്രയും ഫോളോ ചെയ്യില്ലാത്തതുകൊണ്ട് നമ്മൾ ടേപ്പ് വയ്ക്കുന്നില്ല. അങ്ങനെ ഈ ഒരു 2 എഡ്ജസ് ടേപ്പ് ചെയ്താൽ മതി. നമ്മൾ സെയിം ബ്ലൈൻഡ് ബാഗിനെ ഇവിടെ പോലെ ടേപ്പ് ചെയ്യേണ്ട, ബാക്കിയെല്ലാം ടേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ക്വിഷ് വയ്ക്കാം. ലാസ്റ്റ് സ്ക്വിഷ് ഓഫ് ദ ഡേ ഗോസ് ടു കവ് squishy mellow. Squish mellow. Okay, anyways. Okay. Push it.
നമുക്ക് ടേപ്പ് നോക്കാം. ഇത് ഫോളോ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ അങ്ങനെ ആദ്യത്തെ ഇതാണ് സർപ്രൈസ് ഔട്ട് ഓഫ് 2 more. ഇതിനകത്തൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് സർപ്രൈസ്. എന്നാലും ഓക്കെ, എനിവേസ് നമുക്ക് നമ്മളെന്താ കിട്ടിയെന്ന് എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഓഫ് പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതിനകത്ത് യു ഗോട്ട് എന്നാണ് ഇത് പറഞ്ഞാൽ ഇത് എഴുതാം. ഇതിനകത്ത് യു ഗോട്ട് ബ്രൗണിൽ എഴുതാം. യു ഗോട്ട്. ഞാൻ ലെജൻഡറി എഴുതിയാണ്. എനിക്ക് ലെജൻഡറി കളർ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കാം. നമ്മുടെ ആസ്ട്രോയിഡ് അങ്ങനെ നമ്മുടെ ആസ്ട്രോയിഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്. കറക്റ്റായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എന്താ വരച്ചത്. എന്നിട്ട് ഇവിടെ ലെജൻഡറി എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടിടാം. You can get what you got. Legendary. Anyways, നമുക്ക് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കും. ഒരു മിനിറ്റ്, ഞാൻ ആ വലിയത് അതെടുത്തോണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നലത്തെ ഇത് ക്വൈറ്റ് ബിഗ് അടുത്ത്, എന്നാലും കുഴപ്പമില്ല, നമുക്കിൻ്റെ മീനിങ് ഉണ്ടാക്കാം. ഗൈസ്, ഞാനെനിക്ക് തോന്നുന്നു ഇത് ഞാൻ പൊട്ടിച്ചു. ഓ മൈ ഗോഷ്. ഓക്കെ, അത്ര പൊട്ടിയുള്ളൂ, കുഴപ്പമില്ല. ഞാൻ കുഞ്ഞ് ടേപ്പ് കൊണ്ട് ഫിക്സ് ആക്കാം. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ കുറോമിക്ക് ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. ആ സ്പെഷ്യൽ സാധനമാണ് ഈ ബട്ടർഫ്ലൈ പോലത്തെ ഒരു ബോ. ബട്ടർഫ്ലൈ അല്ല, ഒരു ബോ. ഓക്കെ, ഇത് ഇത്രയും വലുതാണ്, പക്ഷെ നമ്മളത് കുഞ്ഞിതാക്കി ഒരു അമ്മയാണ് ഗൈസ്. റെഡി, നമ്മൾ തുടങ്ങാം. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഡ്രോ ചെയ്തിട്ട്, ഞാനിവിടെ എനിക്കൊരു പീസ് ഓഫ് പേപ്പർ ഉണ്ട്, അത് വെച്ച് ഡ്രോ ചെയ്യാണ്. Because it's reduce, recycle guys. Okay. ആദ്യം നമുക്ക് വ്യൂ സൈഡാണ്, അതിൻ്റെ താഴത്തെ ബെല്ലി. കുറോമിക്ക അവരുടെ 2 സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇയേഴ്സ് ഉണ്ട്, അത് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇനി അവളുടെ ഒരു രീതിയിലൊരു കണ്ണുണ്ട്. എന്ത് കണ്ടാന്ന് എനിക്കറിയില്ല. ഇതാണ് അവളുടെ ഈ ഒരു പാർട്ട്. എനിക്കതിന് വേണ്ടിയിട്ട് മെറ്റാലിക് കളറുണ്ട് ഗൈസ്, സോ ഡോണ്ട് വറി. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് കളർ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് കളറിലോട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡാക്കുന്നില്ല. ഞാൻ സ്പീഡാക്കുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറോമിൻ്റെ മൂക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് പിങ്ക് കൊടുക്കാം. അവളുടെ ഫേസ് ഇത്ര ഉള്ളൂ അവളുടെ. ഞാൻ ഇത്ര ഉണ്ടോ ചോദിച്ചില്ല, അപ്പോൾ ഇത്ര ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് പോകാം. അവളുടെ ഈ ഒരു കളറ്, ഇത് രണ്ടും ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്.
ആദ്യം നമുക്ക് അവളുടെ ഈ ഒരു ഇയേഴ്സ് പോലത്തെ സ്ഥലത്ത് കളർ ചെയ്യാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പാർട്ട് കൊണ്ട് കളർ ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ഇത് ചെയ്യാണ്, ഫാസ്റ്റാക്കാൻ പോകണേ ഗൈസ്. അപ്പോൾ ഞാൻ ഫാസ്റ്റാക്കണ ആ സമയത്ത് കാണാം നിങ്ങളെ ഗൈസ്. അപ്പോൾ ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് കളർ കൊടുക്കണം. ഡിസാസ്റ്റർ ടേബിൾ. ഇത് ഇനി ഇവിടെ ഈ ഡോൺസ് മെറ്റാലിക് കളേഴ്സും കൊണ്ട് നമുക്ക് ഈ ഇയേഴ്സിൻ്റെ ഇവിടെ കളർ കൊടുക്കാം. അത് നമ്മളിവിടെ ചെയ്തതുപോലെ. പോയിൻ്റ് അതിനെ ഞാൻ നിങ്ങളോട് പറയാം അതെന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അതിന് ബോയിൻ്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇത് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് തിരിച്ചിങ്ങോട്ട് വന്നു. ഓൾമോസ്റ്റ് നമ്മളൊരു ബബിളി 8 വരച്ച പോലെ, ബബിൾ ടൈപ്പ് ഓഫ് 8. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫുള്ളി കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മറ്റേ പേർപ്പിൾ എടുക്കണം ഗൈസ്. ഞാനും പേർപ്പിൾ തന്നെ വേറെ ഒന്നും ഞാൻ അറിഞ്ഞില്ല ഗൈസ്. കാണാൻ പറ്റുവാണെങ്കിൽ ഇവരുണ്ട്. ഞാനിവിടെ പേർപ്പിൾ പാൻ്റ് വേറെ ചെയ്തിരിക്കണം. ഓക്കെ പിന്നെ എല്ലാവരും ഈ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിക്കണം എല്ലാത്തിലും. ടേപ്പ് ഒട്ടിക്കാം. ഇത്ര വരെ കട്ടിയാവും. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒട്ടിച്ചത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടാക്കില്ല ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫുള്ളി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ടേപ്പ് ഒട്ടിച്ചതിന് കഴിഞ്ഞ ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുമ്പോട്ട് കൊടുക്കണം. ഇനി വേസ്റ്റല്ല പേപ്പർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ വേസ്റ്റിലിട്ട്
ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് ജസ്റ്റ് അടുക്കിപ്പാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളത് ബാക്കി കാണിച്ചു തരാം. എനിക്ക് കഴിച്ച് ഞാൻ ടേബിൾ അടുക്കിപ്പാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് സ്റ്റിക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേപ്പ് ഒന്ന് ചുറ്റിയിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഫുള്ളി ടേപ്പ് ഒട്ടിച്ചേ. ഇനി ഇവിടെ ജസ്റ്റ് കുഞ്ഞ് ടേപ്പാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ വലിയ ടേപ്പ് എടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ഹാർഡ് പാർട്ട്, ഓൾമോസ്റ്റ് ഹാർഡ് പാർട്ട്. ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഓക്കെ, ജസ്റ്റ് എൻ്റെ ബാക്കിലൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് എങ്ങനെയുണ്ട്? ക്യൂട്ടല്ലേ? ഓക്കെ, പിന്നെ ഇത് ക്യൂട്ടായതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, ഒരു ക്ലിപ്പ് എടുക്കട്ടെ. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പേപ്പർ എടുക്കാം. ഇതൊന്നും എൻ്റെ സൗണ്ട് വെരി ലോ ആണെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കളറ്. ഓക്കെ, ഞാനിതിന് റെഡാ കൊടുക്കാൻ പോണേ. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇത് കുറച്ച് ഡിസൈൻ ആക്കിയിട്ട് ഞാനിങ്ങനെ സ്റ്റെപ്പ് ഡിസൈൻ കൊടുക്കാം. പിന്നെ ഞാൻ പോലെ കിൻഡർജോയിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇതൊന്നും ഞാൻ അടുക്കണം പിന്നെയും ചെയ്യുന്നില്ലായിട്ട് ഞാൻ മറന്നു. ഓക്കെ, ഇനി ഒരു 2 സൈഡ് ടേപ്പാക്കാം. നമുക്കിവിടെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും അതിക്കിടാം. രണ്ടിലൊന്ന് ഇന്നത്തോട്ടിടാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഗൈസ്, ഇതാണ് ഓക്കെ ഗൈസ്. ഇനി ജസ്റ്റ് ലാസ്റ്റ് കൂടെ ഉള്ളൂ. പിന്നെ ഞാൻ ഗൈസ് എന്ന് നോക്കുന്നതിനേക്കാളും ഒരു നല്ലൊരു നെയിം നിങ്ങൾ കണ്ടുപിടിച്ച് തരുമോ? എന്നുവെച്ചാൽ ഗൈസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനത്തെ വേറെ ഏതെങ്കിലും ഒരു നെയിം നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ ബോന്ന് എഴുതാം. പിന്നെ കൊറോമയ്ക്ക് ബോ ഇല്ലാണ്ടില്ലല്ലോ. ഞാൻ കുറച്ച് വലിയ പോയിന്നുണ്ട്. കറക്റ്റ്
ബോ നമുക്ക് പാക്ക് ചെയ്യാം. പാക്കേജ് ടൈം. ഓക്കെ, എൻ്റെ പോക്കറ്റിലേ പോയി. ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ മേലിൽ ഇവിടെ ഇട്ട് പോകുന്നതാണ്. അപ്പോൾ ഓക്കെ, നൈസ്. ഇതാ നമുക്ക് ജസ്റ്റ് ഇതൊന്നുകൂടി കുഞ്ഞതാണ്, കുറച്ചും കൂടി രസമുണ്ട് കാണാൻ. ഇപ്പോൾ തന്നെ അയ്യോ ഇല്ല. നമുക്ക് ഇവിടെ കളർ ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഹാർട്ട്സ് ഡ്രോ ചെയ്യാം. ഇത്രയും വലിയത് വേണമെങ്കിലും എനിക്കത്ര ഒരു ഇതില്ല ചെയ്യാൻ, എന്താ പറയുക, ഒരു പേഷ്യൻസ് ടൈപ്പ് ഒരു ഇതില്ല എനിക്ക് ചെയ്യണം. ഇതാക്കി ചെയ്യണം, കുറച്ച് വലുതാക്കി ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് അല്ല പോലെ ഓക്കെ. സാധനം ഉള്ളിൽ വയ്ക്കാം. ഇത് വേണം നോക്കി. ഓക്കെ, കളർ മിക്സിയിൽ നോക്കാം. ഇന്നത് വയ്ക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീലിംഗ്. ജസ്റ്റ് ഇത് കണ്ടി കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ബാഗ് കഴിഞ്ഞു. യെസ് ഗൈസ്, നമ്മൾ ബ്ലൈൻഡ് ബാഗ് കഴിഞ്ഞു. നിങ്ങൾ അക്രിലിക് കളർ ഇത് ചെയ്യണതിന് മുമ്പ് നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ ടയർ ചെയ്യണ ഒരു ഇതുണ്ട്, ആ ഒരു മാർക്കിംഗ് കൂടി ജസ്റ്റ് കൊടുത്തേക്കണം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ബ്ലൈൻഡ് ബാഗ് കഴിഞ്ഞു. ഇതെൻ്റെ ആദ്യത്തെ ബ്ലൈൻഡ് ബാഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ടുണ്ട് എങ്ങനെ ഇത് എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.